ഹണി ബി 2 എന്ന സിനിമയിൽ മറ്റൊരു സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ ചിത്രീകരിച്ച് തന്റേതാണെന്ന തരത്തിൽ പ്രചരിപ്പിച്ചെന്ന യുവനടിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയ ഘട്ടത്തിലാണ് പ്രതികളായ ജിൻപോൾ ലാലടക്കം എറണാകുളം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഹർജിയിൽ കോടതി നിലപാടാരാഞ്ഞ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയൊരു കോൺട്രവേഴ്സി നിലവിൽ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ സിനിമാ നടനായിട്ടുള്ള ലാലിന്റെ മകനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഹണി ബി 2 എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ മറ്റൊരു സ്ത്രീയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് വേറെ ഒരു സ്ത്രീയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിട്ട് കുറേ നാളുകൾക്ക് മുന്നേ ഇവരുടെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ആ കേസ് കൊടുത്തത് അതിജീവിതയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യമേ 8 വർഷത്തിന് മുന്നേ ഉള്ള ആ വാർത്ത ഒന്ന് കാണാം. ഹണി ബി 2 എന്ന സിനിമയിൽ മറ്റൊരു സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ ചിത്രീകരിച്ച് തന്റേതാണെന്ന തരത്തിൽ പ്രചരിപ്പിച്ചെന്ന യുവനടിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനു പിന്നാലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയ ഘട്ടത്തിലാണ് പ്രതികളായ ജിൻപോൾ ലാലടക്കം എറണാകുളം സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഹർജിയിൽ കോടതി നിലപാടാരാഞ്ഞ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് പോലീസ് ഇന്ന് റിപ്പോർട്ട് നൽകും. കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃക്കാക്കര എസി പി ഷംസ് കോടതിയെ അറിയിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ വിശദമായ വാദം വെള്ളിയാഴ്ച നടക്കും. നേരത്തെ ഹണി ബി 2വിന്റെ CD പരിശോധിച്ച പോലീസ് സെൻസർ കോപ്പി അടക്കം വിശദമായി പരിശോധിക്കാൻ ഇരിക്കുകയാണ്. കേസിൽ ചിത്രത്തിലെ കോസ്റ്റ്യൂം ഡിസൈനർ പ്രവീൺ അടക്കമുള്ളവരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. സെറ്റിൽ ബുദ്ധിമുട്ടുണ്ടായതിനെ തുടർന്ന് എതിർപ്പറിയിച്ച് നടി മടങ്ങിയെന്നായിരുന്നു കോസ്റ്റ്യൂം ഡിസൈനറുടെ മൊഴി. സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന കുമ്പളത്തെ റമദ ഹോട്ടലിലടക്കമെത്തി വിശദമായ തെളിവെടുപ്പും പോലീസ് ഉടൻ നടത്തും. ഓക്കെ, ഇതായിരുന്നു ആ കുറേ നാളുകൾക്ക് മുന്നേ വന്ന ആ ഒരു വീഡിയോ. എന്നാൽ ഈ ഒരു വീഡിയോ മാത്രമാണ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം കിടന്ന് കറങ്ങുന്നത്. ഇതിൻ്റെ വേറൊരു സൈഡുണ്ട്. ഇതൊരിക്കലും അതിജീവിത കൊടുത്ത കേസല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വേറെ ഒരു നടി കൊടുത്തതാണ്. 1-2 സീൻസിൽ മാത്രം അഭിനയിച്ച ഒരു പെൺകുട്ടിയാണ് ഇവർക്കെതിരെ കേസ് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ അത് വളരെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പുറത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മേ ബി ഇതിൻ്റെ പേരിലും ഇനിയിപ്പം അതിജീവിത കേസ് കൊടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാര്യം അനാവശ്യമായിട്ട് വീണ്ടും അവരുടെ പേര് വലിച്ചഴക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മഹാനാന്ന് ഞാൻ പറയുന്നില്ല. ലാലിൻ്റെ മകൻ്റെയും പേര് ഈ നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയും നമ്മൾ കേൾക്കുന്നില്ല. അവരെ പറ്റി ആരോടെ ചോദിക്കുമ്പോഴും അവർ നൈസായിട്ടെല്ലാം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാണ്. പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് മിനിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ. എന്തായാലും നമുക്ക് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ലാലിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, അതായത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ലാലിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കാം. കാര്യമാണത്. ഇത് ഈ കുട്ടി ഈ ഹണി ബി 2 എന്ന് പറയുന്ന പടത്തിൽ ഒറ്റ സീനിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു കുട്ടിയാവും, ചെറിയ വേഷത്തിന്. പക്ഷെ അത് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ലെനയുടെ ചേട്ടൻ്റെ മകൾ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട്, അപ്പോൾ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടി. അപ്പം അങ്ങനെ വേണം, കുറച്ച് മോഡേൺ ആയിട്ടുള്ള പെൺകുട്ടി വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഫോട്ടോ കൊണ്ടോ ചെയ്യുന്നത് കാണിച്ചു. അപ്പോൾ ഇത് ഏതോ ചാനലിൽ ഏതോ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കുട്ടി. അപ്പോൾ ചെയ്യും പറഞ്ഞു കാണാൻ കൊള്ളാമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ വന്നു, ഇവിടെ വീട്ടിൽ വന്നു. ഞാനും എല്ലാവരും കൂടി ഉള്ളപ്പോഴാണ് കുട്ടിയായിട്ട് സംസാരിച്ചത്. കഥയും സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അവളൊക്കെ ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു പോയി. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ അപ്പം ഇവിടെ വിളിച്ചത് ബാസി വഴിയായിട്ട്. ബാസിയുടെ നമ്പർ ഉണ്ടായിരുന്നു, ബാസിക്ക് അറിയാമായിരുന്നു. ബാസി വിളിച്ചിട്ട് അങ്ങനെ വന്നു, കണ്ടിട്ടൊക്കെ പോയി. പിന്നെ ഷൂട്ടിംഗ് തുടങ്ങാറായ ദിവസങ്ങളിൽ വിളിച്ചിട്ട് ഇവിടെ ഫോൺ എടുക്കണ്ടായിരുന്നു. ഒട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള കുട്ടിയല്ല. പിന്നെ എങ്ങനെയോ ബന്ധപ്പെട്ട് അവസാനം ഷൂട്ടിങ്ങിൻ്റെ ഈ കുട്ടിയുടെ ദിവസം ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തലേദിവസം വന്നു. കയ്യിൽ ടെമ്പററി ടാറ്റു കുത്തണമായിരുന്നു. അപ്പോൾ അത് ഉച്ചയ്ക്ക് ശേഷമാണ് അവൾ വന്ന് കുത്തി. അത് തീർന്നില്ല. പിറ്റേ ദിവസം വന്നിട്ട് അതിൻ്റെ ബാക്കി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അന്നത്തെ ദിവസം ഷൂട്ടിങ്ങിന് വന്നപ്പോൾ ശ്രീനിവാസൻ എന്ന ആരോഗ്യപരമായിട്ട് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഷുഗറിൻ്റെയൊക്കെ പ്രശ്നം. ശ്രീനിക്ക് കുറച്ച് നേരത്തെ പോയ കൊള്ളാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിയുടെയും ലെനയുടെയും ഒരു പോർഷനാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. അപ്പം തന്നെ ഈ കുട്ടി ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയി. അല്ലാണ്ട് ഞാൻ ഓക്കെ, അപ്പം ഇതാണ് സംഭവം. ഇതിനകത്ത് ലാലിൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പം തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും നമുക്ക് ഇനി വേറെ കാര്യത്തിലോട്ട് പോവാം. ദിലീപിൻ്റെ സഹോദരി കഴിഞ്ഞ ദിവസം ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ആ സൈഡിൽ ഒരു പോസ്റ്റർ വയ്ക്കാം. ഡ്രോൺ ഉപയോഗിച്ച് കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരുടെ സ്വകാര്യത ലംഘിച്ച് മാധ്യമങ്ങൾക്കെതിരെ പരാതി നൽകി ദിലീപിൻ്റെ സഹോദരി. വളരെ നല്ല കാര്യം. ഈ പരമനാറികൾ നിങ്ങളൊന്ന് ആലോചിച്ചോണം. ദിലീപിൻ്റെ വീട്ടിൻ്റെ മണ്ടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോൺ ഇട്ട് ഓടിച്ച് കളിക്കുക. നമുക്ക് അങ്ങനെ ഡ്രോൺ ഇട്ട് ഓടിച്ച് കളിക്കാൻ പറ്റത്തില്ല. ഇപ്പം പോലീസിൽ നിന്ന് പെർമിഷനൊക്കെ മേടിക്കണം. അല്ല വെറുതെ നമുക്ക് ഇങ്ങനെ പറത്തി കളിക്കുന്ന സാധനമല്ലത്. സോ ഇത് കാണിച്ചത് സത്യം പറഞ്ഞാൽ തെമ്മാടിത്തരമാണ്. ഒരാളുടെ പ്രൈവസി ഒരിക്കലും ബ്രേക്ക് ചെയ്യില്ല. ദിലീപ് തെറ്റ് ചെയ്യുകയോ തെറ്റ് ചെയ്യാതിരിക്കുകയോ അതൊക്കെ അവിടെ മാറ്റി വയ്ക്കാം. ഇവിടെ ഒരാളുടെ പ്രൈവസി ബ്രേക്ക് ചെയ്യില്ല. അവിടെ ദിലീപ് എന്ന് പറയുന്നൊരു വ്യക്തി മാത്രമല്ല താമസിക്കുന്നത്, അല്ലേ?
അവസാനം ഈ ക്യാമറയിൽ പെടാതെ ദിലീപ് കുടയും പിടിച്ചുകൊണ്ടങ്ങാണ്ടായിരുന്നു വണ്ടിക്കകത്തോട്ട് കയറിയത്. എന്തായാലും ഇനി അതിജീവിതയുടെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. കാര്യം ഈ 1700 പേജോളം വരുന്ന ജഡ്ജ്മെന്റിലെ ഓരോരോ കാര്യങ്ങൾ ഡേ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്നലെ ബാലേന്ദ്രകുമാറിന്റെ ഒരു വിഷയം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിജീവിതയുടെ മൊഴിയെ പറ്റിയിട്ട് വരുന്നുണ്ട്. അതിജീവിതയുടെ മൊഴിക്കകത്ത് ദിലീപിന് അഗെയിൻസ്റ്റ് ആയിട്ട് വളരെ വാലിഡ് തെളിവുകളാണ് പറയുന്നത്. പക്ഷേ കോടതി ഇതൊന്നും ഒരിക്കലും സ്വീകരിച്ചില്ല. കാര്യം എന്ന് പറഞ്ഞാൽ തെളിവുകളില്ലാത്തതിൻ്റെ പേര്. കാര്യം ഏകദേശം 10-28 പേര് ഈ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ പേരിലാണ് ഈ അതിജീവിതയുടെ ഈ ഒരു മൊഴി കോടതി സ്വീകരിക്കാഞ്ഞത്. എന്തായാലും നമുക്ക് അതൊന്ന് കാണാം. ഗൂഢാലോചന എന്നത് തെളിയിക്കുക എന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രമകരമാകുന്ന ഒന്നാണ്. അവിടെ എപ്പോൾ മുതലാണ് ഈ നടിയും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത്? അത് നമ്മൾ പല ആവർത്തിയായി സൂചിപ്പിച്ചു കഴിഞ്ഞു. അവിടെ കാവ്യ മാധവനുമായി ഉള്ള ടെലിഫോൺ മെസ്സേജുകൾ എന്നതാണ് പ്രധാനമായി മൊബൈൽ വന്നിട്ടുള്ള മെസ്സേജുകൾ. അത് മഞ്ജു വാര്യർ കാണുന്ന സമയത്ത് ആണ് ഇതിൻ്റെ വലിയ തോതിലുള്ള സംഘർഷ സാധ്യതകൾ അല്ലെങ്കിൽ അകൽച്ച ആരംഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ശത്രുത, അവിടെയാണ് ഈ പറയുന്ന ആക്രമണത്തിന് ഇരയായിട്ടുള്ള നടി മഞ്ജു വാര്യരുമായി ആശയവിനിമയം നടത്തി അതുമായി ബന്ധപ്പെട്ട ഭീഷണികൾ എന്ന നിലയിലൊക്കെ. അപ്പോൾ സ്വാഭാവികമാണല്ലോ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു വിശ്വസനീയമാകുന്ന തരത്തിലാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടാകാം, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം, ഒരു ഷോയിൽ അങ്ങനെ ഭീഷണിപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം പറയുമ്പോഴും കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉയർത്തുമ്പോൾ ആ കോടതിക്ക് ഇത് ബോധ്യപ്പെടാതെ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ രഞ്ജിത്ത്, അതെന്തായിരുന്നു? ഓക്കെ, അതായത് യൂറോപ്യൻ ട്രിപ്പിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ ബസ്സിൽ വെച്ചിട്ട് ദിലീപ് ഭയങ്കര രീതിയിൽ ഈ പറയുന്ന നടിയെടുത്ത് ചൂടായിട്ടുണ്ടായിരുന്നു. അതായത് നിന്നെ പച്ചയ്ക്ക് കത്തിക്കുമെന്നും എനിക്കെതിരെ നിന്നവരൊന്നും മലയാള സിനിമയിൽ നിലനിന്നിട്ടില്ല എന്നും അങ്ങനൊക്കെ തരത്തിൽ ഒരുപാട് ഭീഷണി ഈ ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും പിന്നെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മഞ്ജു വാര്യറിൻ്റെ അടുത്ത് നീ ഇത് തിരുത്തി പറയണമെന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ബസ്സിലുള്ള സകലമാന ആൾക്കാരും ഇത് കേട്ടതാണ്. എന്നാൽ ഇവരാദ്യമേ പോലീസിന് ഓൾറെഡി ഇങ്ങനെ തന്നെയായിരുന്നു ഈ പറയുന്ന 28 പേര് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ 28 പേരും കോടതി ചെന്നപ്പോൾ ഈ മൊഴി മാറ്റി. അതാണ് ഈ നടി കൊടുത്ത മൊഴി കോടതി തള്ളിക്കളയാനായിട്ടുള്ള പ്രധാന കാരണം. ബാക്കിയോടെ കേൾക്കാം. തീർച്ചയായും മൊഴിയായി നടി പറഞ്ഞ ഈ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് അഭിലാഷ്, അത് ഈ ഷോയിലുടനീളം അതായത് 2 മാസത്തോളം നീണ്ടുനിന്ന ഒരു ഷോയാണ്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അതായത് 4 മാസത്തോളം നീണ്ടുനിന്ന ഏതാണ്ട് 3-3.5 മാസത്തോളം നീണ്ടുനിന്ന ഒരു വലിയ ഷോയാണ്. 25 മുതൽ ജൂൺ 30 വരെയുള്ള വലിയൊരു ഷോയാണ്. അതിൽ ഈ ഷോയിലുടനീളം തന്നോട് മിണ്ടിയിരുന്നില്ല ദിലീപ്, തന്നോട് വൈരാഗ്യം വെച്ച് പുലർത്തിയിരുന്നു എന്നാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ യാത്രക്കിടയിൽ അമ്മയുടെയും മറ്റ് സഹതാരങ്ങളുടെയും ഇടയിൽ വെച്ചാണ് ഭീഷണിപ്പെടുത്തുകയും മറ്റു ചില വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തത്. ഒരു ബസ് യാത്രക്കിടയിലാണ് വാഗ്ദാനം ചെയ്തത് എന്ന മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അമ്മ ക്യാമ്പിൽ വെച്ചാകട്ടെ ചില അംഗങ്ങളൊക്കെ ഇരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുകയും തുടർന്ന് ചില താരങ്ങൾ ഇടപെട്ട് പിടിച്ചു മാറ്റുകയും മറ്റും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് മാത്രമല്ല, ഷാർജയിലും കൊച്ചിയിലും ഒക്കെ നടന്ന പരിപാടിയിൽ ഈ മുകേഷും സിദ്ദിഖും ഭാമയും ബിന്ദു പണിക്കരും ഇടവേള ബാബുവും കാവ്യയും മറ്റും ഈ പരിപാടിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇവർക്കൊക്കെ ഈ കേട്ടല്ലോ, പച്ചയ്ക്ക് കത്തിക്കുമെന്നാണ് ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന്. ശരിക്കും ഇതൊക്കെ അന്നേ ദിലീപിൻ്റെ പേരിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കേസ് കൊടുക്കേണ്ടതായിരുന്നു. കാര്യം ഇത് ഇത്രയും വഷളാവത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ദിലീപിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ വന്ന് വലുതായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് തെളിവില്ലാത്ത പക്ഷം ദിലീപിനെ ഒന്ന് തെറി വിളിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. ഇത് തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇന്നലെ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനകത്ത് പുള്ളിക്കാരൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് എന്തുകൊണ്ട് കോടതി തള്ളിക്കളഞ്ഞുവെന്നും ആ പുള്ളി പറഞ്ഞത് കള്ളത്തരമാണെന്നും പ്രൂവ് ചെയ്യുന്ന പല പല കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇന്നലെ അത് റിയാക്ട് ചെയ്തതാണ്. അല്ലാതെ ഞാനിവിടെ കംപ്ലീറ്റ്ലി വന്ന് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. പക്ഷേ തെളിവില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു നല്ലൊരു തെളിവായിരുന്നു. പക്ഷേ കൂടെയുള്ള ആൾക്കാർ നൈസായിട്ട് കാല് മാറി. അല്ല എന്ത് ചെയ്യാനാ? ഈ കാല് മാറിയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ സിദ്ദിഖൊക്കെയാണ്. സിദ്ദിഖിൻ്റെയൊക്കെ സ്വഭാവം എന്താണെന്ന് കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ കണ്ടതാണ്. സിദ്ദിഖിനെതിരെ വന്ന കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ. വിഷയത്തെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു. കാരണം അമ്മയുടെ അംഗങ്ങളായ ആളുകൾക്കെല്ലാം ദിലീപ് കാവ്യ ബന്ധത്തെക്കുറിച്ച് അന്ന് തന്നെ ധാരണ ഉണ്ടായിരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ബിന്ദു പണിക്കരും കൽപ്പനയും, നമുക്കറിയാം ബിന്ദു പണിക്കരൊക്കെ പിന്നീട് കോടതിയിൽ മൊഴി മാറ്റിയ വ്യക്തിയാണ്. ബിന്ദു പണിക്കരും കൽപ്പനയും തന്നോട് പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചു എന്നും മൊഴിയായി നടി പറയുന്നുണ്ട്. അതേസമയം തന്നെ നടൻ സിദ്ദിഖ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇത് എല്ലാവരോടും ഇത് പറഞ്ഞു നടക്കുന്നത്? ഇങ്ങനെ നീ പറഞ്ഞു നടക്കുന്നത് കൊണ്ട് നിന്നോട് ദിലീപിന് കടുത്ത ശത്രുത ഉണ്ടായിട്ടുണ്ട് എന്ന് സിദ്ദിഖ് പറഞ്ഞു. ഇവിടെ ആ നടി ഒരിക്കലും പോയി എല്ലാവരോടെയും പറഞ്ഞുകൊണ്ട് നടന്നിട്ടില്ല. ഇവിടെ പറഞ്ഞത് ആരടുത്താണ്? മഞ്ജു വാര്യടുത്താണ് പറഞ്ഞത്. അതും മഞ്ജു വാര്യടുത്ത് പറയാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന നടിയുടെ അച്ഛൻ ഉൾപ്പെടെ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ് ഇത് പറഞ്ഞത്. അതായത് ഇവരുടെ ചാറ്റ് ഓൾറെഡി പൊക്കി. ചാറ്റ് പൊക്കിയിട്ട് മഞ്ജു വാര്യർ നേരെ പോകുന്നത് എങ്ങോട്ടാ?
ഈ പറയുന്ന നടിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. അപ്പോഴാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം സിറ്റുവേഷൻസിൻ്റെ പുറത്ത് പറയേണ്ടി വന്നത്. പക്ഷേ ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് കംപ്ലീറ്റ്ലി തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അതാണ് ഇവിടെ നടന്നത്, അല്ല വേറെ ഒന്നുമല്ല എന്നും നടി മൊഴിയായി പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. സിദ്ദിഖിനൊപ്പം ബിന്ദു പണിക്കരും ഇതുമായി ബന്ധപ്പെട്ട ദിലീപിനെ പിണക്കണ്ട, ദിലീപിന് ശത്രുത ഉണ്ടാക്കണ്ട എന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് പറഞ്ഞു എന്ന് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം ദിലീപ് പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ഭാമയും തന്നോട് പറഞ്ഞു എന്ന് അതിജീവിത പറയുന്ന ഒരു പശ്ചാത്തലം, ക്രോസിൽ ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഇത്തരം വാദങ്ങളാണ്, ഇത്തരം 4-5 വാദങ്ങളാണ് കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്, ഒപ്പം മൊഴിയായി നടി പറഞ്ഞത് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യം. നമുക്കിതിൽ ഓരോന്നായിട്ടൊന്ന് ഈ ഒരു കാര്യത്തിൽ ദിലീപിന് എക്സ്പ്ലനേഷൻ വല്ലതും കൊടുക്കാനുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഈ മറ്റേ പീഡിപ്പിക്കപ്പെട്ട ആ ഒരു സംഭവം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ദിലീപ് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ മറുപടി പറയാത്തത്? അപ്പം ദിലീപ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ മൊഴി മാറിയ ആൾക്കാർ, ഈ ബിന്ദു പണിക്കരായിക്കോട്ടെ, ഭാമ ആയിക്കോട്ടെ, സിദ്ദിഖ് ആയിക്കോട്ടെ, ഇവരൊക്കെ കാണിച്ച് അത്ര ശരിയുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. മേ ബി സിനിമയിൽ നിലനിൽക്കണം എന്ന് വെച്ചതിൻ്റെ പേരിൽ മാത്രമായിരിക്കും മേ ബി മൊഴി മാറിയിട്ടുണ്ടായിരുന്നത്, അല്ലേ? മേ ബി ഈ ഒരു മൊഴി കോടതി സ്വീകരിച്ചാൽ തന്നെ ഇതെങ്ങനെ ഒരു പീഡനത്തിനകത്തോട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ളൊരു സംശയം മേ ബി കോടതിക്ക് കാണുമായിരിക്കാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയുടെ മുന്നിൽ ഉള്ള ഏക ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യമാണ്. അതിന് ഈ കൂടെ നിന്ന ഈ ആൾക്കാരെല്ലാവരും നൈസായിട്ട് വലിയുകയും ചെയ്ത്, അപ്പോഴത്തേക്ക് ഈ ഒരു കേസിന് യാതൊരു കഴമ്പും ഇല്ലാതായിപ്പോയി. അതാണ് ഇവിടെ നടന്നത്. പക്ഷേ ഇവിടെ മറ്റേ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ പൾസർ സുനിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന യാതൊരുവിധ തെളിവുകളും ദിലീപിന് എഗെയിൻസ്റ്റും ഇല്ല. അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഈ ഒരു വിഷയം കുഴഞ്ഞു കിടക്കുവാണ്. ഇത് ചില വീഡിയോസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ട്, ചില വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഈ ഒരു വിഷയം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തന്നെ സംശയമാണ് നമ്മളിത് ആരെ സപ്പോർട്ട് ചെയ്യണം, നമ്മളിത് ആരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറയണം. ആ ഒരു സാഹചര്യത്തിലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. ചോദിച്ചാൽ ആദ്യത്തെ വാദം എന്ന് പറയുന്നത്, കോടതിക്ക് മനസ്സിലാകാത്ത ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്, ദിലീപും നടിയും തമ്മിൽ നല്ല ബന്ധമായിരുന്നില്ല. അതായത് യൂറോപ്യൻ ഷോയിൽ ഉടനീളം സംസാരിച്ചിരുന്നില്ല എന്ന വാദം കോടതി പൂർണ്ണമായും തള്ളുകയായിരുന്നു. കാരണം ദിലീപ് പ്രതിഭാഗം വക്കീലടക്കം മുന്നോട്ട് വെച്ച വാദങ്ങളിൽ ഒന്ന്, ഈ ദിലീപും അതിജീവിതയായ നടിയുമായിരുന്നു ഈ ഷോയിലെ പ്രധാനപ്പെട്ട താരങ്ങൾ. അതായത് ഡാൻസ്, സ്കിറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായും അഭിനയിച്ചത്, നായകനും നായികയുമായി അഭിനയിച്ചത് ഇവർ രണ്ടും തമ്മിലായിരുന്നു. ഇത്തരത്തിൽ പരസ്പരം ഒരുപാട് സിങ്ക് വേണ്ട, പരസ്പരം ഇടപഴകി അഭിനയിക്കേണ്ട പല സാഹചര്യങ്ങളും ഈ ഷോയിൽ ഉടനീളം ഉണ്ടായിരുന്നതാണ്. അവിടെ ഇങ്ങനെ പരസ്പരം മിണ്ടാതെ വൈരാഗ്യം വെച്ച് പുലർത്തി എങ്ങനെ അഭിനയിച്ചു എന്നുള്ള ചോദ്യത്തിന് നടിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഈ ഓരോ ഷോയിലും, ഈ ഷോയുടെ വീഡിയോ ഒക്കെ ഹാജരാക്കി ഉണ്ടായിരുന്നു, ഓരോ ഷോയിലും നടി അതീവ സന്തോഷത്തോടു കൂടി തന്നെയാണ് പങ്കെടുത്തത് എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ ശ്രീ രാമൻപിള്ള വാദിച്ചു. അത് കോടതി ആ തരത്തിൽ തന്നെ കോടതിക്ക് വ്യക്തമാകുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാവുകയായിരുന്നു. മറ്റൊന്ന്, നിങ്ങൾ സന്തോഷത്തോടെയാണല്ലോ പെർഫോം ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ പൊട്ടത്തരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യം ഉള്ളിൽ എന്തെങ്കിലും വിഷമോ സങ്കടമോ ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റേജിൽ വന്നാണോ അത് കാണിക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ വിഡ്ഢിത്തമല്ലേ? അത് വേണമെങ്കിൽ ഈ പറയുന്ന പ്രോസിക്യൂഷൻ ഒപ്പോസ് ചെയ്യായിരുന്നു. അത് പക്ഷേ ചെയ്തിട്ടില്ല. ഇവിടെ ദിലീപിൻ്റെ വക്കീൽ വാദിച്ച കണ്ടില്ലേ, ആ സ്റ്റേജ് പ്രോഗ്രാമിന് ഉടനീളെ ദിലീപുമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമായിട്ടായിരുന്നു നിന്നിട്ടുള്ളതെന്ന്. അതൊരിക്കലും സത്യം പറഞ്ഞ കോടതി അത് വിലക്കെടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ മനസ്സിൽ പല വിഷമവും സങ്കടവും കാണും, അതൊരിക്കലും നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ പ്രകടിപ്പിക്കണമെന്നില്ല. അത് ഭയങ്കര തെറ്റാണ്. അത് ശരിക്കും പറഞ്ഞാൽ കോടതി ആ ഒരു സംഭവം തള്ളിക്കളയേണ്ടതായിരുന്നു. അഭിഭാഷകൻ ചോദിച്ച ചോദ്യത്തിന് എന്തുകൊണ്ട് സന്തോഷമുണ്ടായി എന്നതിന് നടിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഈ വിഷയങ്ങളൊന്നും, ഇത്തരം വൈരാഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥനോട്, പോലീസിനോട്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് നടിയുടെ അമ്മയും ഈ വിഷയത്തിൽ ഒരു സാക്ഷിയാണ് എന്ന് പറഞ്ഞിരുന്നു, നടിക്ക് മൊഴിയായി നൽകിയിരുന്നു. നടിയുടെ അമ്മ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതും അതീവ ഗൗരവതരമായി തന്നെ കോടതി മനസ്സിലാക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ ഭീഷണിയൊക്കെ മുഴക്കുന്നത് ബസ്സിൽ വെച്ചാണ്. ബസ്സിൽ ഇത്രയധികം ആളുകൾ ഉണ്ടായിട്ടും ആരും കേൾക്കാതെ ദിലീപ് എങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് വിശ്വസിക്കാനാവില്ല എന്ന് കോടതി പറയുകയാണുണ്ടായത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, അതിന് ഒപ്പമുണ്ടായിരുന്ന ആളുകളെല്ലാം, ഇപ്പോൾ നാദിർഷയായാലും നടിയുടെ നാദിർഷയായാലും, പിന്നെ സാക്ഷികൾ കംപ്ലീറ്റും കൂറ് മാറി സ്ഥിതിക്ക് പിന്നെ ഇതിനകത്ത് എന്ത് ചെയ്യാനാണ്? ഇത്രയും സാക്ഷികൾ ആദ്യം ഈ വിഷയം കേട്ടു എന്ന് പറയുന്നു, പിന്നെ അതിനുശേഷം ഇത് കേട്ടില്ല എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു പെൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഈ ഒരു കേസിൽ അപ്പീൽ പോകുന്നത്, അല്ലാതെ അപ്പീൽ പോയിട്ട് ഇതിൻ്റെ പിന്നിലുള്ള സത്യങ്ങൾ കണ്ടുപിടിക്കട്ടെ, അത്രയേ ഉള്ളൂ. പിന്നെ തെളിവുകളില്ലാത്ത വശം ദിലീപിനെ ഒരിക്കലും കുറ്റക്കാരനായിട്ട് കോടതി വിധിക്കത്തുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദിലീപ് തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അഥവാ ഇനിയിപ്പം ഈ പറയുന്ന നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ തന്നെ കാശ് കൊടുത്ത് ഇതെല്ലാം തെളിവുകളും വൈപ്പ് ചെയ്തതാണെങ്കിൽ ദൈവത്തിൻ്റെ കോടതിയിൽ ഒരിക്കലും ദിലീപിനെ വെറുതെ വിടത്തില്ല. ദിലീപിന് തീർച്ചയായിട്ടും ആ ഒരു കോടതിയിൽ ശിക്ഷ കിട്ടിയിരിക്കും. അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്തായാലും ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.